ഹലോ ഓൾ, എൻ്റെ പേര് ഫാത്തിമ ഷെറിൻ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഡോപ്പയിലെ ഒരു മെൻറ്ററാണ്. അപ്പോൾ എൻ്റെ ഈ ജേണി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം നിങ്ങളെ ഉറപ്പിച്ച് പറയാൻ പറ്റും. ഞാൻ ഇന്നീ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ഒരു ആഗ്രഹം കൊണ്ട് പോകുന്ന നിങ്ങൾക്കും ഉറപ്പായിട്ട് ഈ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റും. അത് എൻ്റെ ജേണി കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ 10th കഴിഞ്ഞ് ഞാനൊരു ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത്, എന്താണ് നീറ്റ് എക്സാമിനോ എവിടെയാണ് പഠിക്കേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാതെയാണ് ഞാനൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പോയി ചേരുന്നത്. സോ അവിടെ നിന്ന് ഞാൻ കണ്ടു ഒരുപാട് നല്ല പഠിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് ഉള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. കൂടാതെ എനിക്ക് ഒരുപാട് സ്ട്രെസ്സസ് ഉണ്ടായിരുന്നു. അപ്പം അത്രയും കാലം ഒരു ആവറേജ് CBSE സ്കൂളിൽ പഠിച്ചു വന്ന എനിക്ക് ഒരുപാട് ടോപ്പേഴ്സായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പം നമ്മൾ വിചാരിച്ചതിനേക്കാളും നമ്മൾ അത്രയും കാലം ടോപ്പറാണെന്ന് വിചാരിച്ച വന്ന ഒരാൾ അത്ര നന്നായിട്ട് പെർഫോം ചെയ്യാതെ വരികയും കൂടുതൽ അതിൻ്റെ സ്ട്രെസ്സും പ്രഷറും എനിക്ക് വരാൻ തുടങ്ങി. സോ അങ്ങനെ പ്രഷറും സ്ട്രെസ്സും അടിച്ചൊന്നും പഠിക്കാതെ, കൂടാതെ നമുക്കറിയാം നമ്മളൊരു 10th വരെ ഒരു 40-45 മിനിറ്റ്സ് ആയിരിക്കും നമ്മൾ മാക്സിമം ഒരു പീരീഡ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഒരു കണ്ടിന്യൂസ് ഒരു 1 hour 2 hour ആയിരിക്കും നമ്മുടെ ഓരോ പീരീഡ് ഉണ്ടാവുക. അപ്പം നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലിൽ പോകും. മാക്സിമം ഒരു 30-35 മിനിറ്റ്സ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റും. അതിനുശേഷം സോൺ ഔട്ട് ആവും, നമ്മൾ ഉറങ്ങും. അങ്ങനെ നോട്ട്സ് ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് എൻ്റെ +1 +2 ഒക്കെ പോകുന്നത്. അപ്പോൾ ഒരു +2ൻ്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്കും മനസ്സിലായി തുടങ്ങി, ഓക്കെ ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി തുടങ്ങി. ഞാൻ പഠിച്ചു തുടങ്ങി. അങ്ങനെ അവസാനം കുറച്ച് നാൾ ബോർഡ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തു. അവസാനം ആകുമ്പോഴേക്കും കൊറോണ വന്ന് അങ്ങനെ അത് അവിടെ നമുക്കറിയാലോ ഉഴപ്പി. അങ്ങനെ ആ ഒരു അറ്റംപ്റ്റ് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 450 ആയിരുന്നു എൻ്റെ സ്കോർ. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ചാൻസ് എടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഒന്നുകൂടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായി മനസ്സിലായി ഇൻ്റഗ്രേറ്റഡിൽ കുട്ടികൾ പഠിച്ച മെത്തേഡ്സും സാറുമാർ പറഞ്ഞു തന്ന മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് ഞാൻ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ പഠിച്ചു തുടങ്ങി. വീണ്ടും വില്ലനായിട്ട് കൊറോണ വന്നു. സോ പിന്നെയും ഞാൻ ഉഴപ്പി. അങ്ങനെ ഒരു ഉഴപ്പലിൻ്റെയും പഠിപ്പിൻ്റെയും ഒരു വേവ് ഇങ്ങനെ വന്ന് ആ ഒരു പ്രാവശ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് 534 ആണ് സ്കോർ വന്നത്. സോ ഫൈനലി ആ പ്രാവശ്യം എനിക്ക് ശരിക്കും മടുത്തു. കാരണം ഞാൻ പഠിച്ചതൊക്കെ ബേസിക് ഇല്ലാതെ, ഞാൻ പറഞ്ഞ +1 +2 കാലഘട്ടത്തിൽ കുറേ എനിക്ക് ബേസിക് ഒന്നുമില്ല, ഞാൻ ഒക്കെ ഉറങ്ങിക്കളഞ്ഞു. അതുപോലെ തന്നെ ഉഴപ്പിക്കളഞ്ഞത് എനിക്ക് ബേസിക് ഇല്ല, പക്ഷെ ഞാൻ എന്തൊക്കെയോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വർക്കിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്, പക്ഷേ എന്താണ് എൻ്റെ ബേസിക് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവാതെ വന്നു. സോ അങ്ങനെ ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയയിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങി. സോ കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. എത്ര മണിക്ക് എഴുന്നേക്കും, എത്ര മണിക്ക് ഉറങ്ങും, ആ കാര്യം എനിക്ക് പ്രത്യേകിച്ച് കാണുന്ന നീറ്റ് ആസ്പിറൻസിനോടാണ് പറയാനുള്ളത്. ആ കാര്യം നിങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. എത്ര മണിക്ക് എഴുന്നേക്കണം, എത്ര മണിക്ക് ഉറങ്ങണം എന്നുള്ള കാര്യം ഫിക്സ് ചെയ്ത് വെച്ച് വർക്ക് ചെയ്യുക. ഒരിക്കലും നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു എക്സാമിന് വേണ്ടിയല്ല നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള എക്സാമിന് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമലായിട്ട് നമ്മൾ വേണ്ട ഒരു ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ ആൻഡ് കൺസിസ്റ്റൻസി. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റായിട്ട് ഉറക്കവും നമ്മൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേക്കണം എന്നുള്ള കാര്യം ഫിക്സ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. സോ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരു നീറ്റ് ആസ്പിറൻറ്റ് എന്നുള്ളതൊരു നീറ്റ് എക്സാം നിങ്ങളുടെ എത്രയാണ് നിങ്ങൾ പഠിച്ചത് എന്നുള്ള അളക്കുന്ന എക്സാമിനേക്കാളും കൂടുതൽ നിങ്ങളൊരു ഡോക്ടർ ആവാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ് നീറ്റ് എക്സാം. സോ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പേഷ്യൻ്റ് വരുമ്പം അയാൾക്കുള്ള സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തി കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് മുമ്പിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യനുള്ള സൊല്യൂഷനും ആ ഒരു അപ്രോച്ചോടെ നിങ്ങൾ കാണുക. ഒരു ഫിസിക്സ് ഇപ്പം ടഫാണ്, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കണം എന്ന് വിചാരിച്ചതിനേക്കാളും അത് എൻ്റെ മുമ്പിൽ വരുന്ന ഒരു പേഷ്യൻ്റ് ആയിട്ട് കണ്ട് അതിന് ഇഷ്ടപ്പെട്ട് അത് പഠിച്ചു തുടങ്ങുക. ഫിസിക്സ് എളുപ്പമാകും. അതുപോലെ മാത്സിൽ ടഫാണെങ്കിൽ, മാത്സിൽ പ്രോബ്ലംസ് ടഫാണെങ്കിൽ പ്രാക്ടീസിലൂടെ മാത്രമാണ് നമുക്കത് കൊണ്ടുവരാം. ഒരിക്കലും ഒരു 1200 1200 അല്ലെങ്കിൽ ഫുൾ A+ 10th +2 കിട്ടിയ കുട്ടികൾക്ക് നീറ്റ് കിട്ടണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്നായിരിക്കണം ഏറ്റവും കൂടുതൽ നീറ്റ് ആസ്പിറൻസ് ക്വാളിഫൈ ആവുന്നത്. പക്ഷെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഏറ്റവും മിനിമലായിട്ട് നിങ്ങൾക്ക് വേണ്ട ആഗ്രഹം പിന്നെ വർക്ക് ചെയ്യാനുള്ള മൈൻഡും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് എളുപ്പമായിട്ട് നല്ലൊരു കോളേജിൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക. കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാ ക്ലാസ്സസും കറക്റ്റായിട്ട് കാണുക, നോട്ട്സ് എഴുതുക. ഇതിപ്പം റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ അവർ വിചാരിക്കും കഴിഞ്ഞ വർഷം ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, എനിക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതുപോലെയല്ല. നിങ്ങളൊരു റിപ്പീറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പം ഏറ്റവും നിങ്ങളും ഒരു +2 കുട്ടിയും അതുപോലെ തന്നെ ഒരു റിപ്പീറ്റ് കുട്ടിയും 3 ആൾ ഈക്വൽ ആണ്. 3 ആളും ഒരേ എക്സാമിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു നിലയിൽ നിന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. സോ ഏറ്റവും ബേസിക് ആയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ തുടങ്ങുക, മുൻപോട്ട് പോവുക. ഓൾ ദ ബെസ്റ്റ്. സോ ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ലെറ്റ് കൺസിസ്റ്റൻസി ബി യുവർ സൂപ്പർ പവർ. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക, അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിരിക്കുക, വർക്ക് ചെയ്യുക. ഷുവറായിട്ടും നിങ്ങൾക്ക് കിട്ടും.